ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റേ കഴിഞ്ഞ ലാസ്റ്റ് ഞാനിട്ട വീഡിയോയിലെ ആ പോസ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഈ പോസ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്നോ, സ്കിൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഹാരം കഴിച്ചുള്ള ഫാസ്റ്റിങ്ങിന് പോലെ തന്നെ സ്കിൻ ഫാസ്റ്റിങ് നമ്മുടെ 50കളിലും 60കളിലും ഒക്കെ 17ൻ്റെ തിളക്കം മുഖത്തിന് കിട്ടാൻ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്താ സ്കിൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മുഖത്ത് അല്ലേ, നമ്മൾ ഈ പ്രായമാകുമ്പോൾ മുഖത്ത് കരിമ്പെങ്കിലും വരും, മുഖത്ത് ഒത്തിരി പ്രശ്നങ്ങൾ, ചുളിവുകൾ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ക്രീമും അതും ഇതൊക്കെ വാങ്ങി പുരട്ടുകയും ഒക്കെ ചെയ്യാണ് ശരിക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സ്കിൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ നിങ്ങൾ എടുത്താൽ ഇരട്ടി ഗുണം കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു വിട്ട്. അപ്പോൾ സ്കിൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗന്ദര്യ വർധന വസ്തുക്കളും ഉപേക്ഷിക്കുക. സ്ഥിരമായിട്ടല്ല കേട്ടോ, നിങ്ങൾ 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ നിങ്ങൾ മുഖത്തൊന്നും ഇടാതെ ഒന്ന് ഇരുന്ന് നോക്കിയാൽ അതാണ് സ്കിൻ ഫാസ്റ്റിങ്. ഇപ്പോൾ എല്ലാ യൂട്യൂബർമാരും പറയണ ഒന്നാണല്ലേ, രാത്രി നിങ്ങൾ ആ ക്രീം ഇട് ഈ ക്രീം ഇട് എന്നൊക്കെ പറയണതിന് ഞാൻ എതിരാണ് കേട്ടോ. ഞാൻ 7 വർഷം കൊണ്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. രാത്രി എപ്പോഴും നമ്മുടെ സ്കിന്നിന് ശ്വസിക്കാനുള്ള അവസരം കൊടുക്കണം. നമ്മൾ ക്രീമും അതും ഇതൊക്കെ ഇട്ട് ഇത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സുഷിരങ്ങളൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്കിന്നിന് ശ്വസിക്കാൻ അവസരമില്ല, സെല്ല് റിപ്പയർ ചെയ്യാനുള്ള അവസരമില്ല, നമ്മൾ അടച്ചു വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും രാത്രി മുഖത്തൊന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിടക്കരുത്. അത് ഒന്നാമത്തെ സ്കിൻ ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ നിങ്ങളെല്ലാം ഉപേക്ഷിച്ചില്ലേലും ഇതെങ്കിലും നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. നിങ്ങൾ ഇട്ടോളൂ, രാത്രി ഇട്ട് അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടന്നാൽ മതി. നമ്മുടെ രാത്രി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കിടന്നിറങ്ങുമ്പോൾ ഒന്നും മുഖത്ത് പാടില്ല. അതാണ് സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് പറയാനുള്ള 2ാമത്തെ ഫാസ്റ്റിങ്. പിന്നെ എനിക്ക് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങളെ ദഹന പ്രക്രിയയുടെ പണി കുറയുകയും നമുക്ക് ഒത്തിരി വേറെ നമ്മുടെ ജോലി ചെയ്യാൻ ശരീരത്തിന് സാധിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭക്ഷണങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ മിക്കവാറും നമ്മുടെ ഏജ് റിലേറ്റഡ് രോഗങ്ങളെന്ന് പറയുമ്പോൾ ഈ കുടലിലൊക്കെ അഴുക്ക് നിറയുന്നതോടുകൂടിയാണ് മിക്കവാറും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചൽ, ഡിസ്കളറേഷൻ, അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെന്താ, ചെറിയ കുരുക്കൾ, സ്കിൻ ഡ്രൈ ആവുക, അതൊന്നാമത് പറയണമല്ലോ, സ്കിൻ ഡ്രൈ ആവുക, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ വരുന്നതിന് ഒരു കാരണം നമ്മുടെ കുടലിൽ വരുന്ന ഈ അഴുക്ക് നിറഞ്ഞ് കുടലിലെ പ്രവർത്തനമൊക്കെ മോശമാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ ഒന്നാണ്. ആവാസ വ്യവസ്ഥയെന്ന് പറയാം. നമ്മുടെ ആമാശയത്തിലും കുടലുകളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായതും ആവശ്യമില്ലാത്തതുമായ ബാക്ടീരിയകളും പിന്നെ നമ്മളറിയാത്ത ഒത്തിരി ഐറ്റംസും ഒക്കെ നിറഞ്ഞ ഒന്നാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വളർത്തിക്കൊണ്ടുവരുന്നതിനും അല്ലാത്തതിനെ നശിപ്പിക്കുന്നതിനും ആവശ്യമായ ആഹാരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ ഈ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലത് ഇലക്കറികളാണ്. അത് നമ്മുടെ മുരിങ്ങയില, ചീരയില, ലെറ്റൂസ് തുടങ്ങിയ ഒത്തിരി ഇലവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ കോളിഫ്ലവർ, പിന്നെ ക്യാബേജ്, അങ്ങനെയുള്ള പിന്നെ ബ്രോക്കോളി തുടങ്ങിയുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയും ചിലർ ക്യാബേജ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വേണ്ട, നിങ്ങൾ അടുത്ത ഇല കഴിച്ചോളൂ. ഇപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇലക്കറികൾ ഏറ്റവും നല്ലതാണ്, അതുപോലെ ചിലവും കുറവാണ്. അപ്പോൾ ഇലക്കറികൾ കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ശുദ്ധീകരണം നടക്കും, പിന്നെ നല്ല ബാക്ടീരിയ ഉണ്ടാവുന്നതിനും അതിൻ്റെ ആരോഗ്യത്തിനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ധാരാളം ആൻറ്റി ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന ഒന്നായതുകൊണ്ട് ഈ വെളുത്തുള്ളി നമുക്ക് അച്ചാറായിട്ട് കഴിക്കാം, വെറുതെ കഴിക്കാം, നാരങ്ങ അച്ചാറിടുമ്പോൾ അതിലിട്ട് കഴിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ വയറ്റിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിൽ കയറുന്ന ബാക്ടീരിയകളും അങ്ങനെയുള്ള നമുക്ക് അസുഖം വരുത്തുന്ന എല്ലാം നശിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി കേട്ടോ. പിന്നെ പ്രോബയോട്ടിക് ഫുഡ്.
പ്രോബയോട്ടിക്കിൻ്റെ ഞാനൊരു വീഡിയോ 1-2 ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, 4 വർഷമൊക്കെ മുന്നാണ്. പുതിയ വ്യൂവേഴ്സൊന്നും കണ്ടു കാണില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരെണ്ണം ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ തൈരാണ് ഏറ്റവും എളുപ്പം നമുക്ക്. തൈര്, മോര്, പുളിയുള്ള അച്ചാർ, ഉപ്പിലിട്ടത്. അപ്പോൾ രോഗികൾക്കല്ലാട്ടോ ഞാൻ പറഞ്ഞത്, കോമൺ ആയിട്ടുള്ളവർക്കാണ്. ഉപ്പ് അച്ചാറും കഴിക്കാത്തവർ കഴിക്കണ്ട, അതിന് പകരം തൈരോ മോരൊക്കെ കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം, ഈസ്റ്റിട്ട് അപ്പം ഉണ്ടാക്കാം, ഇഡ്ഡലി, ദോശ, ഇതൊക്കെ പ്രോബയോട്ടിക്കാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ടാബ്ലറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ഈ നമ്മുടെ മലബന്ധം, ദഹന സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചൽ, ഗ്യാസ്, വിശപ്പില്ലായ്മ ഒക്കെത്തിനൊരു സൊല്യൂഷനാണ് ഈ പ്രോബയോട്ടിക്. ഒന്നും വേണ്ട, പഴങ്കഞ്ഞി കുടിച്ചാൽ മതി. അതൊക്കെ നമ്മൾ മറന്ന് ഇരിക്കുകയാണ്. രാവിലെ പഴങ്കഞ്ഞി, അതൊക്കെ ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡാണല്ലേ ആപ്പിൾ സിഡർ വിനീഗർ. ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഗുണം എന്താണെന്നോ, വൻകുടലിൽ ഉണ്ടാകുന്ന ചീത്ത ബാക്ടീരിയയെ കൊല്ലാൻ പ്രാപ്തിയുള്ള ആസിഡുകളും എൻസൈംസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാലഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചൊഴിച്ച്, ആപ്പിൾ സിഡർ വിനെഗർ കുറച്ചൊഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏജ് റിലേറ്റഡ് അസുഖങ്ങൾക്ക് വരാതിരിക്കുന്നതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ്. പിന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഇറങ്ങിയ പിന്നെ മീനുകളും കേട്ടോ, അതുപോലെ ചിക്കൻ, നട്ട്സ്, സീഡ്സ്. പിന്നെ നമുക്ക് എളുപ്പം നമുക്ക് പെട്ടെന്ന് വില കുറവിന് നമുക്ക് ഗ്രീൻ ടീ, തക്കാളി, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ. അവക്കടെയൊക്കെ വില കൂടല്ല. പിന്നെ സീഡ്സ്, നട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ പിന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, നമ്മുടെ കപ്പലണ്ടി മതി കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള പരിപ്പ്, സീഡ്സും നട്ട്സൊക്കെ കഴിക്കാൻ പറ്റിയെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമുക്ക് വില കുറവിന് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ഈ കുടലിൻ്റെ, അതായത് ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡ്രൈനെസ് കുറയുകയും, അതുപോലെ മസിൽസ് ഉണ്ടാവുന്ന, ജോയിൻസിലൊക്കെ ഉണ്ടാവുന്ന പിന്നെ കോച്ചി വലിക്കലും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളാണല്ലോ. പ്രായമാകുമ്പോൾ നടക്കാൻ വയ്യ, കൈവേദന, കാലുവേദന, ഇങ്ങനെയുള്ള സകല പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം നമ്മൾ ഈ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ. കൂടാതെ വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം അളന്ന് വെച്ച് കുടിക്കണം. 3 ലിറ്റർ വെള്ളം കുടിക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കണം, ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 50കളിലോ 60കളിലോ 70കളിലോ ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഈ 2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് രണ്ടും കാണണം. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.